സ്നേഹം കൊടുത്തും തിരിച്ചു വാങ്ങിയും നല്ലോണം സഹകരിച്ച് ജീവിക്കണം. സ്നേഹവാക്കുകൾ പറഞ്ഞു ജീവിക്കണം. അപ്പുറത്തും ഇപ്പുറത്തുമുള്ള വെറുപ്പിന്റെ ഭാഗങ്ങൾ, വെറുപ്പിന്റെ ഏതെങ്കിലും ഭാഷകൾ അത് പൊറുക്കാനും മറക്കാനും കഴിയണം. അതുകൊണ്ട് ആ ഭാര്യ ഭർത്താക്കന്മാരെ ബന്ധത്തെ പറ്റി അള്ളാഹു പറഞ്ഞപ്പോ ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന, ഒരുപാട് വിശദീകരിച്ച ആയത്താണിത് മഹാന്മാർ. ഹുന്ന ലിബാസുൽ ലക്കും, ആ സഹോദരിമാര് പെണ്ണുങ്ങൾ അവർ നിങ്ങൾക്കുള്ള ഉടയാടകളാണ്. വഅൻതും ലിബാസുൽ ലഹുന്ന, നിങ്ങൾ അവർക്കുള്ള ഉടയാടകളുമാണ്. അവരുടെ സുരക്ഷിതത്വം നിങ്ങളെ കയ്യിലാണ്, നിങ്ങളെ സുരക്ഷിതത്വം അവരുടെ കയ്യിലാണ്. വസ്ത്രം ധരിക്കുമ്പോൾ കണ്ടില്ലേ, ഉള്ളിലുള്ള കരകളൊന്നും കാണുന്നില്ലല്ലോ. പോരായ്മകൾ മറച്ചുവെക്കാൻ ഇരുപേരും ശ്രമിക്കണം. ഭാര്യയുടെ പോരായ്മ ഭർത്താവ് പറയരുത്, ഭർത്താവിന്റെ പോരായ്മ ഭാര്യ പറയരുത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഭാര്യയുമായി ബന്ധം ചേർന്ന് കൂട്ടുകാർക്കിടയിൽ വന്നിട്ട് സല്ലാപത്തിന്റെ വിഷയങ്ങൾ പറയുന്നവൻ സമൂഹത്തിലെ ഏറ്റവും വൃത്തികെട്ടവനാണ്. അത് മൊബൈലിലൂടെ, ഫേസ്ബുക്കിലൂടെ, വാട്സാപ്പിലൂടെ പകരുന്നവന്റെ കാര്യം പിന്നെ പറയാനില്ല. എത്ര വൃത്തികേടാന്നറിയോ നിങ്ങൾ? ആളുകൾക്കൊക്കെ ഇങ്ങനെ കഥല്ലാതായി പോയത് എങ്ങനെ? ഭാര്യയും ഭർത്താവും തമ്മിൽ ഇണചേരുന്ന കഥകളൊക്കെ ഒപ്പിച്ച് പറയാൻ യാതൊരു ഹയാ ഇല്ലാതായി പോയത് എങ്ങനെയാ സഹോദരങ്ങളെ? ഒരു സ്നേഹത്തിന്റെ അവസാനല്ലേ അത്? മറ്റുള്ളവരുടെ വീക്ക്നെസ്സുകൾ എങ്ങനെ പറയരുത്. ആ ബന്ധം അങ്ങനെയാണ്. അഥവാ ഒരു വാക്കേറെ പറഞ്ഞു സബൂർ ചെയ്യണം. ഭാര്യ പറഞ്ഞു ഒരു വാക്കേറെ പറഞ്ഞു സബൂർ ചെയ്യണം. ഭാര്യക്കൊന്ന് കലിതുള്ളി ക്ഷമ പാലിച്ച് ജീവിക്കണം. ആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നല്ല നിലയിൽ വർത്തിക്കണം. എങ്ങനെ നല്ല നിലയിൽ? ഭാര്യക്കൊന്ന് ഈറ്റായി, ഭാര്യക്ക് ഈറ്റാവുമ്പോ ഭർത്താവ് ഈറ്റാവുമ്പോൾ ഭർത്താവ് തണുക്കണം, ഭർത്താവിന് ഹീറ്റാവുമ്പോ ഭാര്യ തണുക്കണം. അങ്ങനെ വേണ്ടേ? രണ്ടാണ് സ്ട്രോങ് ഹീറ്റായാൽ പിന്നെ അവിടെ പരിധി വിട്ടു. അപ്പൊ പിന്നെ ഒരു വാക്കും കൂടി ഏറെ വന്നാൽ പിന്നെ ആ പരിധി ഊക്കേറിട്ട് എന്ത് പറയും? പിന്നെ മൂന്നും ഞാൻ ചൊല്ലിപ്പോയിക്കൊന്നു, ഒന്നല്ല മൂന്നെണ്ണം. അതിന് കാത്തിരിക്കാണ് ഇബ്ലീസ്. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്ത് വന്നിട്ട് ഇബ്ലീസ് പറഞ്ഞു, മൂസാ നബി, എനിക്ക് വലിയ സങ്കടമുണ്ട്, ഞാൻ സ്വർഗത്തുനിന്ന് പോകുന്നതുകൊണ്ട് വലിയ വിഷമമുണ്ട്. നിങ്ങളൊന്ന് അള്ളാഹിനോട് ശഫാഅത്ത് ചെയ്യണം, എന്റെ കാര്യത്തിൽ ഒന്ന് തോബ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യും. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഓ റെക്കമെൻഡ് ചെയ്യാലോ, നീ ഒന്ന് അനക്ക് തോബ് കിട്ടിയാൽ ആൾക്കാരൊക്കെ രക്ഷപ്പെടൂലേ? മൂസാ നബി അലൈഹി സ്വലാം നിസ്കരിച്ചുകൊണ്ട് അള്ളാഹിനോട് ചോദിച്ചു, പടച്ചോനെ ഇബ്ലീസ് ഇങ്ങനെ വന്ന് പറയുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്? അള്ളാഹു തആല പറഞ്ഞു, മൂസാ നബിയെ നിങ്ങൾ ഇബ്ലീസിനോടൊന്ന് പറയണം, ആദം നബി